ഞാൻ നേരത്തെ പറഞ്ഞു തട്ടി ഓലക്കുട്ടകയിലും അങ്ങനെ ഒരു കഥാപാത്രമുണ്ട് ഗൗരി. അതെ അതെ ഗൗരിയെ പ്രണയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഏപ്പടത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത് കാണുന്നു അതെ ഗൗരി. അതെ അതൊക്കെ റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള. അതൊന്ന് പറയാവോ? അത് എന്താണ് റിയൽ ലൈഫിൽ? അത് ഇതിനെക്കുറിച്ച് പറഞ്ഞാലും മതി. ഇത് അവതാരക എഴുതിയത് ജയരാജ് സാറാണ്. ആ രഞ്ജിത്ത് സാറാണ് ആശംസകൾ എഴുതിയത്. ഓക്കെ. അപ്പം അതിലേക്ക് ജയരാജ് സാറും രഞ്ജി പണിക്കറിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റിലെ എഴുതിയെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു നോവല്, സ്ലിപ്പ്. ഉം, ഉം. അത് ചെറിയ പുസ്തകമായിരുന്നു. അപ്പോൾ അത് ജയരാജ് സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ട് അദ്ദേഹം ഒറ്റാൽ സിനിമയുടെ പ്രദർശനത്തിന് വേണ്ടി തിരുവനന്തപുരം IFFKയിൽ വന്നപ്പോഴത്തേക്കും സാറിൻ്റെ ഒരുപാട് പടങ്ങൾ കാണാറുണ്ട്. സാറിൻ്റെ സിനിമയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ശാന്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശാന്ത കണ്ടിട്ട് ഞാൻ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞ്, അപ്പോൾ സാറ് ഈ പുസ്തകം കണ്ടിട്ടുണ്ട്, പുസ്തകം വായിച്ചിട്ട് പറഞ്ഞു നിനക്ക് അസിസ്റ്റൻ്റ് ആവാൻ താല്പര്യമൊന്നുമുണ്ടെങ്കിൽ നീ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. എൻ്റെ കൂടെ പറഞ്ഞു അപ്പോൾ നമ്മളെ തകഴി സാറിൻ്റെ കയറ് നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഭയാനകം ചെയ്തത്. അപ്പോൾ അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതിൽ രഞ്ജി പണിക്കർ സാറായിരുന്നു നായകൻ, ആശാ ശരത്ത് നായികയായിരുന്നു. പടത്തിന് മൂന്ന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു പടത്തിന്. അതെ അതെ അതെ, അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനും പറ്റി. സാർ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒന്ന് രണ്ട് ഒരു രംഗം തന്നു. അതിൽ പ്രധാനപ്പെട്ട രംഗങ്ങളിലാണ്. പിന്നെ സാർ എനിക്കൊരു ക്ലോസപ്പ് ഷോട്ടൊക്കെ വെച്ച് തന്നു. നിന്റെ ഫേസ് ഇനി എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്ലോസപ്പ് ഷോട്ടൊക്കെ വെച്ച് തന്നു സാറ്.